എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ആക്റ്റീവ ഓൾഡ് മോഡൽ വണ്ടിയാണ്. ഓൾഡ് മോഡൽ ആക്റ്റീവയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ദാ ഈ ഭാഗത്ത് നോക്കിയേ, ഒരു ബോൾട്ടാണ് ഒടിഞ്ഞിരിക്കുന്നത്. ഈ ബോൾട്ട് എന്ന് പറയുന്നത് സൈലൻസറിൽ വരുന്ന ബോൾട്ടാണ്. സൈലൻസർ പിടിപ്പിക്കുന്ന 14ൻ്റെ ബോൾട്ടാണ്. ഇതുപോലത്തെ ഒരു ബോൾട്ട് താഴെയും വരും. ഞാൻ അത് കാണിച്ചു തരാം. ദാ ഈ കാണുന്ന ഭാഗത്ത് ഒരു ബോൾട്ട് 14ൻ്റെ ഒരു ബോൾട്ടും കൂടെ വരും. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ബോൾട്ട് ഒടിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ താഴെ വരുന്ന ബോൾട്ട് ഇല്ലാതെയാണ്. ഒരൊറ്റ ബോൾട്ടിലാണ് വണ്ടി ഇത്രയും നാൾ ഓടിയത്. ഈ ഭാഗത്ത് ബോൾട്ട് ഇല്ലായിരുന്നു. ഇവിടെ ഒരു ബോൾട്ട് വരേണ്ടതാണ്. പക്ഷേ ഈ ഭാഗത്തുള്ള ബോൾട്ട് ഇല്ലാതെ ഈ മുകളിൽ വരുന്ന ആ ഒടിഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ള ബോൾട്ടിലാണ് വണ്ടി ഇത്രയും നാൾ ഓടിയത്. അപ്പോൾ അങ്ങനെ ആ ഒരൊറ്റ ബോൾട്ടിലാണ് വണ്ടി ഇത്രയും നാൾ ഓടിയതിൻ്റെ ഫലമായിട്ടാണ് ആ വെയിറ്റ് താങ്ങാനാവാതെ ആ ബോൾട്ട് ഒടിഞ്ഞു പോയത്. ആ ബോൾട്ട് ഒടിഞ്ഞു പോയതുകൊണ്ട് സൈലൻസർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നത് സൈലൻസറാണ്. സൈലൻസറിൻ്റെ ബാക്കി ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും നോക്കി കണ്ട, ഇവിടെ നിന്ന് സൈലൻസർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരൊറ്റ ബോൾട്ടിൻ്റെ ബലത്തിലാണ് ഈ സൈലൻസർ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് ഒടിഞ്ഞു പോയി. ഈ കാണുന്നതാണ് സൈലൻസറിൻ്റെ ബാക്കി ഭാഗം. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഒടിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരൊറ്റ ബോൾട്ടിൽ വണ്ടി ഓടിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആ താഴെ കൂടെ ഒരു ബോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ആ 2 ബോൾട്ട് വെച്ചിരിക്കുന്നത് തന്നെ ഇത്രയും സൈലൻസറിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയാണ് ആ മുകളിലും താഴെയും 2 ബോൾട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 14ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അത്യാവശ്യം കനമുള്ള ബോൾട്ടാണ് വരുന്നത്. എന്നാൽ ഈ വണ്ടിക്ക് താഴത്തെ ബോൾട്ട് എങ്ങനെയോ ഇളവി പോയതാണ്. കസ്റ്റമർ വണ്ടി അത് കണ്ടില്ല. അവർ ശ്രദ്ധിക്കാതെ ഇങ്ങനെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് ഒടിഞ്ഞു പോയത്.